തിരുവനന്തപുരത്തെ കായികമേള പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. ആ ആവേശത്തിനൊപ്പം ഞങ്ങൾ കൈരളി ന്യൂസും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ മത്സരങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു വെറൈറ്റി കാഴ്ച കണ്ടത്. അതെ, ഒരു ജർമ്മൻ പന്തൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. പേര് പോലെ തന്നെ കുറച്ച് വെറൈറ്റിയാണ് സംഭവം. മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മഴ വരുന്നു, വെയിൽ വരുന്നു, അപ്പോൾ കുട്ടികൾ എങ്ങനെ മത്സരം പൂർത്തിയാക്കും, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ പന്തൽ എന്ന് പറയുന്നത്. അടുത്തടുത്തായതുകൊണ്ട് നല്ല സുഖമാണ്. കാരണം ഓടി നടക്കേണ്ട ആവശ്യമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഔട്ട്ഫിറ്റ് ഒക്കെ നല്ല രസമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലൊരു പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അതെ, ഇത് ഫസ്റ്റ് ടൈം ഒരു കാഴ്ചയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സമാന്തര പന്തലിൽ 67,812 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഇങ്ങനെ ഒരു പന്തൽ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കിയാൽ വെയിലും മഴയെല്ലാം ഒരുമിച്ചല്ലേ. അപ്പം കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടെൻഷനൊന്നും അവരെ അലട്ടേണ്ട കാര്യമില്ല. കാരണം എല്ലാ കളിയും കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പന്തല് കണ്ടാൽ മനസ്സിലാകും, ഇതിന്റെ ഉള്ളിലൊന്നും ഒരു തൂണ് പോലും ഇല്ല. ഒറ്റ വലിയ പന്തലായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് വളരെ സൗകര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഈ വേദിയിൽ 5 ഇൻഡോർ സ്റ്റേഡിയങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതും നല്ല വിശാലമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 5 സ്റ്റേഡിയത്തിലും മത്സരങ്ങൾ നടക്കും. മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരുക്കി 2.5 ഇഞ്ച് കനമുള്ള ഒരു സിന്തറ്റിക് മാറ്റാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ഒരു വശത്തിരുന്ന കാണികൾക്ക് കളി ആസ്വദിക്കുകയും ചെയ്യാം. 3 തട്ടുള്ള ഒരു ഗാലറി ഒരുക്കിയിട്ടുണ്ട്. കബഡി, ഖോഖോ പോലെയുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഓൾറെഡി കഴിഞ്ഞു. അതെല്ലാം നല്ല സുഗമമായി തന്നെ പോയി. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ യോഗ, പവർ ലിഫ്റ്റിംഗ് പോലെയുള്ള, റെസ്ലിംഗ് പോലെയുള്ള നിരവധി മത്സരങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. സാധാരണ ഇതൊക്കെ കണ്ടുവരുന്ന ഒരു നാഷണൽ ടൂർണമെൻറ്റിൽ മാത്രമാണ് ഇങ്ങനെ ഇതുപോലെ ഷെഡ് ഉണ്ടാക്കി ഗാലറി സിറ്റിംഗ് ആയാലും വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഒരു കാണികൾക്ക് സുഖമായിട്ട് കാണാനും അതുപോലെ പ്ലെയേഴ്സിന് സുഖമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു അനുയോജ്യം. അതുപോലെ ചൂട്, മഴ അതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള അടിപൊളിയാണ്, സൂപ്പറാണ്. അതെ, നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു കുറവോ വരുത്താതെയാണ് നമ്മുടെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഈ പരിപാടികൾ വന്ന് കണ്ട് ആസ്വദിച്ച് നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക. ക്യാമറമാൻ പ്രകാശിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിം, സിബിന സണ്ണി, കൈരളി ന്യൂസ്.